ഹായ് ഫ്രണ്ട്സ്, കാനഡ ഒരു വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ സിസ്റ്റം ആണെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു 6 to 8 hours എമർജൻസിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വന്നാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഈ വീഡിയോ ഫുള്ളും കാണാതിരുന്നാൽ ഇതിന് നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ എനിക്കിവിടെ ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ പ്ലീസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം വെൽക്കം ടു ഗോസിപ്പ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരാളെ പോലെ ഞാനും സ്വപ്നം കണ്ട് വേറൊരു രാജ്യത്തേക്ക് വന്നവളാണ് ഞാൻ. ഓക്കെ, പക്ഷേ ഞാൻ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു കാര്യമേ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, അതായത് ഇവിടെ ഹോസ്പിറ്റലുകളിലെല്ലാം നമുക്ക് ഫ്രീ ആണ്, സൗജന്യമായ ചികിത്സയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് സത്യമാണ്. പക്ഷേ അതിന് പിന്നിൽ ഒരു വലിയൊരു ചതിയുണ്ട്. അപ്പോൾ നിങ്ങളത് അറിയാണ്ട് പോകരുത്. ഏത് കൺട്രി പോയാലും നിങ്ങൾ അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് 4 months ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പെട്ടെന്ന് എനിക്ക് സഡൻ ബ്ലീഡിങ് വന്നു. അതേ തുടർന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു സ്കാർബോ ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ ഞാൻ അവിടെ ഒരു രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ വെയിറ്റ് ചെയ്യൽ അറൗണ്ട് ഒരു 8 hours കൂടിപ്പോയി. ഓക്കെ, ആ സമയത്ത് തന്നെ മാക്സിമം കുറേ ബ്ലഡ് ലോസായി, ക്ലോട്ട്സ് ലോസായി, നല്ല പെയിൻ ഉണ്ടായിരുന്നു, കൺട്രാക്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 8 hours കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവിടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു നഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റിയത്. അവർ എൻ്റെ വൈറ്റൽ സയൻസ് ഒക്കെ എടുത്തു, എന്നോട് ഹിസ്റ്ററി ഒക്കെ കളക്ട് ചെയ്തു, എല്ലാം ചോദിച്ചു. എന്നോട് ചോദിച്ചു പെയിൻ സ്കെയിൽ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പെയിൻ സ്കെയിൽ 0 to 8, 10 എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 0 to 10 എനിക്കതിന് പുറത്താണ് വേദന എന്ന് പറഞ്ഞു. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അവർ വിളിച്ചു. ബ്ലഡ് അവരെടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര സമയം എടുക്കും പിന്നെ റിസൾട്ട് വരാൻ ചോദിച്ചു. അവർ പറഞ്ഞു 1 hour എന്ന് പറഞ്ഞു. ഈ 1 hour വെയിറ്റ് ചെയ്ത് ഞാനവിടെ 2 hour വെയിറ്റ് ചെയ്തു. 2 hour വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയത്. ഡോക്ടർ ഇതേപോലെ വീണ്ടും നമ്മളെ ചെക്കൊക്കെ ചെയ്തു. എന്നിട്ട് അൾട്രാസൗണ്ടിന് അവർ ഓർഡർ തന്നു. ഞാൻ പറഞ്ഞു ഡോക്ടർ, ഞാൻ ഇത്രയും അവേഴ്സായിട്ട് ഞാൻ ഇവിടെ നിൽക്കുവാണ്, എനിക്ക് പെയിൻ കില്ലർ വേണം, എനിക്ക് നല്ല പെയിൻ ഉണ്ട്, നല്ല കൺട്രാക്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും പെയിൻ എനിക്കുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാത്തത്, ഇത് എമർജൻസി അല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇവിടുത്തെ ഇങ്ങനെയാണ്, ഇവിടെ അതായത് ടെസ്റ്റുകളെല്ലാം നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇവർക്കൊരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ ഉണ്ട്, പെയിനിലുള്ള മെഡിസിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇഞ്ചക്ഷൻ തരാൻ പറ്റില്ല, വേണമെങ്കിൽ ടാബ്ലറ്റ് ഫോമുള്ള മെഡിസിൻ തരാമെന്ന് പറഞ്ഞു. ഒരു വായ്ഗുളികയുടെ എഫക്റ്റ് പോലും ഇല്ലാത്ത ഒരു ടാബ്ലറ്റ് എനിക്ക് തന്നു. എനിക്കറിയാം അത് കഴിച്ചാൽ എനിക്ക് ആ പെയിൻ റിലീഫ് ആവില്ല, എങ്കിലും ഞാൻ അത് കഴിച്ചു. പിന്നെ ഞാൻ അൾട്രാസൗണ്ടിലുള്ള റൂമിലോട്ട് പോകുന്നത്, അതായത് നൈറ്റ് ആയിരുന്നു, ഒരു 3ാമത്തെ ഫ്ലോറിലായിരുന്നു അൾട്രാസൗണ്ട്. അപ്പം എനിക്ക് നടക്കാൻ വയ്യ, ഭയങ്കര അതിശക്തമായ പെയിൻ. അപ്പം ഞാൻ ഭയങ്കര വളഞ്ഞു കൂടിയിട്ടാണ് നടക്കുന്നത്. അവരെനിക്ക് ആ സമയത്ത് വീൽചെയർ തന്നില്ല. അപ്പോൾ ഒരു ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോകാൻ കുറച്ച് ദൂരം നടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ വളഞ്ഞു കൂടി നടന്നു പോയി. ഒരു 3/4 ഭാഗം എത്തിയപ്പോൾ ഒരു അറ്റൻഡർ കണ്ടു. ആ ഹോസ്പിറ്റലിൽ ഒരു ഏഞ്ചലിനെ പോലെ എനിക്ക് തോന്നി അയാൾ മാത്രമേ ഉള്ളൂ. അയാൾ ആ നേഴ്സിനോട് ചോദ്യം ചെയ്തു, അതായത് എന്തുകൊണ്ടാണ് ഈ പേഷ്യൻറ്റിനെ, നടക്കാൻ വയ്യാത്ത പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് അയാൾ ചോദിച്ചു. അപ്പോൾ ആ നേഴ്സ് ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് വീൽചെയർ തന്നു. ആ വീൽചെയറിലാണ് എന്നെ അൾട്രാസൗണ്ട് റൂമിൽ പോയത്. അവിടെ അതും കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നപ്പോഴത്തേന് പെയിൻ ഭയങ്കര ഇതായി, കൺട്രാക്ഷൻ ഭയങ്കര കൂടി. ഞാനവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, ഭയങ്കര വിഷമമായി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആൻറ്റി അവിടെ നിന്നിട്ട് അവരോട് കുറേ സംസാരിച്ചു. അവർ അതിന് പറ്റുന്നില്ല, ബെഡ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ അവസാനം ഒരു ട്രോളിയിൽ ഒരു ചെറിയൊരു ബെഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഞാൻ കുറേ മണിക്കൂറുകൾ ഞാൻ അവിടെ കടന്നു. ഓക്കെ, അതിനുള്ളിൽ തന്നെ എനിക്ക് പ്രഗ്നൻസിയുടെ എല്ലാം കഴിഞ്ഞു. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാം ലോസായി. ഓക്കെ, എനിക്ക് അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നില്ല. ഇതിലും ഭേദം ഞാൻ ഹോസ്പിറ്റലിൽ പോവാതിരുന്നതായിരുന്നു നല്ലത്. ഒരു മെഡിസിൻ പോലും അവർക്ക് തരാൻ കഴിയുന്നില്ല, ഒരു പെയിൻ കില്ലർ പോലും തരാൻ കഴിയുന്നില്ല. ഒരു ചെസ്റ്റ് പെയിനായിട്ട് പോലും ഒരാൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാൽ അവർക്ക് അത് പ്രയോറിറ്റി പോലും കൊടുക്കാനാവണില്ല. അതായത് ചെസ്റ്റ് പെയിനായിട്ട് വന്ന ആളും
ഒരു ജലദോഷമായിട്ട് വരുന്ന ആൾക്കാർക്കും സെയിം പ്രയോറിറ്റിയാണ് അവിടെ കൊടുക്കുന്നത്. അതായത് അവരുടെ രീതിയിലുള്ള അസസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്, അതായത് എല്ലാ ബ്ലഡ് റിപ്പോർട്ടും എല്ലാ റിസൾട്ടും വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവരവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിനുള്ളിൽ പേഷ്യൻ്റ് ഡെഡ് ആവും. നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. അതായത് കാനഡയിൽ നമുക്ക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമുക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത അതിൻ്റെ 1% നമ്മളിവിടെ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഈ ടാക്സിൽ നിന്നാണ് ഇവർ നമുക്ക് ഈ ഫ്രീ എന്ന് പറയുന്ന സാധനം തരുന്നത്. എന്നാൽ ചുമ്മാ അതൊന്നും തരത്തില്ല. നമ്മളവിടെ കഷ്ടപ്പെട്ട് നരകിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്ത് ബാക്കി എന്തെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ അവർ നമുക്ക് തരും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് നാട്ടിലുള്ളവർ വേറെ ഏത് കൺട്രി പോയാലും നിങ്ങൾ ആ രാജ്യത്തെ ഹെൽത്ത് സിസ്റ്റം നിങ്ങൾ കറക്റ്റായിട്ട് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് പോവുക. നാട്ടിലുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാ ചെക്കപ്പും ചെയ്തിട്ട് പോവുക. എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാരി ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ കാനഡയിലുള്ളവരാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡോക്ടർ ഉണ്ടെങ്കിൽ പോലും നാട്ടിൽ നമുക്ക് ഒരു പ്രൈവറ്റായിട്ട് ഒരു ഡോക്ടർ ഉള്ളത് നല്ലതാണ്. കാരണം നമുക്കൊരു ഗൈഡൻസും നല്ലതാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നിൽക്കുന്ന ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് നിങ്ങൾക്ക് ഒരു ഡോക്ടർ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. കാരണം അസുഖം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാം, നമുക്ക് ഡോക്ടർ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കാനഡയിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ആദ്യം തൊട്ട് അവസാനം വരെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ബൈ ബൈ.